തട ഈ തലയും മുടിയൊക്കെ ഇങ്ങനെ ഞാനേ ഒരു മറ്റേ തൈല എന്താണ് അതിന് പറയാ തലയില് ഒരു എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് മസാജ് തരാൻ വേണ്ടിട്ട് ഓളോട് കുറെ പറയുന്നു. നിങ്ങളൊന്ന് ഓളെ എനിക്ക് മസാജ് ഒക്കെ ചെയ്തു തരും. ഓക്ക് കാര്യമുള്ളത് ഞാനിങ്ങനെ കാട്ടിയാല് എന്റെ പറയും ഇങ്ങനെ കാട്ടുമ്പോ എനിക്ക് നല്ല ബുദ്ധി വികസിച്ച് വരുന്നുണ്ട്. എനിക്ക് ഈ ഒരു നൈറ്റ് ഓർഡർ ചെയ്ത് തരാം. മാക്സി അധികമൊന്നുമില്ല, 480. 480. നമുക്ക് ആഴ്ചക്ക് 4 മാക്സിയ. എത്ര മാക്സിയാണ് പൊന്നാര പെണ്ണ ജി വാങ്ങണത്? ഈ മാക്സി അല്ലാത്ത വേറെ ഒരു പരിപാടി തുണിയും കുപ്പായം പിന്നെ തല ഒന്ന് മെസ്സേജ് ചെയ്ത് കൊടുത്തോ. തലയിൽ തന്നെ മെസ്സേജ് ചെയ്യുന്നത് ഒരു സുഖം കിട്ടാൻ അതിനല്ല അന്നെ കെട്ടി കൊടുക്കുന്നുണ്ട്. മസാജ് മസാജ് അതന്നെ ശരി അറിയാനറിയണ്ടേ അപ്പൊ അത് നിങ്ങളെ പിന്നെ ഇത് എന്തിനാണ് 480? ആകെ 200 കുന്നുകുളത്ത് പോയാൽ നല്ല ക്വാളിറ്റി ഉണ്ടാവൂല. അനക്ക് എത്ര ക്വാളിറ്റി ആ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള മാക്സി ഇട്ടാ മതി. ആരാ പറഞ്ഞ താഴെ കോട്ടൺ എഴുതിക്കണ്? പ്യൂർ കോട്ടൺ എഴുതിക്കണ്. അതിപ്പോ പ്യൂർ കോട്ടൺ. അന്റെ വാപ്പ അന്നെ അങ്ങോട്ട് കെട്ടിക്കൊണ്ടുമ്പോ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? ഒരു അടുക്കളയിലേക്കാണ് മതിയാവും. എന്നിട്ട് അതുമാതിരിയെ പറ്റി അല്ലല്ലോ. അപ്പൊ അടുക്കളയിൽ മുഴുവൻ ഞാൻ നിക്കണം. അതേമാതിരി എഴുതി വെച്ചിക്കണം പ്യൂർ കോട്ടൺ. അല്ലാന്ന് നിങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാ. ഞാൻ ഇവിടെ വീണെടുക്കണ മരാണല്ലോ അല്ലേ? വീണെടുക്കണ മരം മുരിങ്ങാക്കോലാണ്. മുരിങ്ങാക്കോല് പോണ അതോണ് എത്ര ഇതറ അടങ്ങി നിന്നാ പറഞ്ഞോനെ. കിട്ടുന്ന പൈസക്ക് മുഴുവനെ മാക്സിയും ചുരിദാർ ഇത് മാത്രമേ എന്തിയെ ഓളെ പേടിച്ചണം. ഇപ്പൊ ഗവൺമെന്റിലേ ഇങ്ങനത്തെ നിയമൊക്കെ ഈ പെണ്ണുങ്ങൾ നമ്മളെ ഉപദ്രവിക്കുവേ. മനസ്സിലായ? ഓലൊന്നും പറയാൻ പാടില്ല. ജയിലിൽ കൂട്ടിയിട്ട് വെച്ചിങ്ങള്. അല്ല ഗവൺമെന്റ് അല്ല, കേസും കൂട്ടൊക്കെ പറയാനും അറിയണ്ടേ. ഇപ്പോൾ നിർത്തി പറഞ്ഞു തല ഞാൻ മെസ്സേജ് പറഞ്ഞപ്പോ എന്ത് മസാജ് ഒരു ഇതിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, ഒരു വള്ളിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. എവിടേക്കാ പോയി ആവോ, കാണാനൊന്നും ഇല്ല. പോയാക്കാ മണ്ടി ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാത്തതിന് യുവതി ഭർത്താവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി വീപ്പയിൽ നിക്ഷേപിച്ച് കോൺക്രീറ്റ് നിറച്ചു. സംശയം തോന്നി പോലീസ് പരിശോധിച്ചപ്പോഴാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പടച്ച തമ്പുരാനെ. എടി റസിയ ഏയ് അതൊന്നും വേണ്ടതേ. അത് ഒരു വീപ്പ 1000-ന്റെ ഒക്കെ. പിന്നെ കുറച്ച് സിമന്റും മണലും. സിമന്റ് ഒരു ചാക്ക് വേണം. പിന്നെ ഈ ബേബി മെറ്റലിന്റെ വലുതില്ലേ, മെറ്റല്, അത് മതി. വേഗം എത്തിച്ചെന്നാ മതി. കാശ് ഞാൻ കൊണ്ടുവന്നരാം. ശരി, ഓക്കെ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. ടാങ്ക്, വീപ്പല്ലേ, വീപ്പ. വീപ്പ. പിന്നെ അതുപോലെ തന്നെ സിമന്റും മണലും. പിന്നെ മെറ്റലും. ഞാൻ വിളിക്കാം. എവിടെ ഇരുന്ന്? ഞാൻ എന്നെ തിരുമ്പണ കല്ലിന്റെ അവിടെ, കിണറിന്റെ അവിടെ ഒക്കെ നോക്കി, അടുക്കളയിലൊക്കെ നോക്കി. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ മുഖത്തെന്താ ഒരു ദേഷ്യം പിടിച്ച പോലെ? ദേഷ്യമൊന്നും പിടിച്ചിട്ടില്ല. കണ്ണാടി നോക്കിയിരുന്നേ. നൈറ്റ് വാങ്ങിത്തരല്ലോ. അല്ലെങ്കിലും സുന്ദരിയല്ലേ. എന്നാ ഞാൻ എന്നെ അതിനെ തിരഞ്ഞെടുക്കുന്നത്. പൈസ ഇല്ലാത്ത മേടിച്ചോട്ടാ. മാക്സി അല്ലേ പറഞ്ഞേ? 2 മേടിച്ചോ, കൂടുതലുണ്ട്. പിന്നെ ആരുടെ ഫോണിലേക്ക് മെറ്റലിന്റെ സിമെന്റിന്റെ ഒക്കെ ഡ്രമ്മിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. അതൊരാവശ്യമുണ്ട്. എന്തിനാ നമ്മക്ക് ഇവിടെ മെറ്റലും ഇതൊക്കെ?
അതൊന്നും വേണ്ട. എല്ലാവർക്കും നമുക്ക് പരിഹരിക്കാണ്. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത എനിക്കെന്താ പിരാന്തായോ? ഒന്നുമില്ല. ഒടച്ച തമ്പുരാനെ ഇപ്പൊ തന്നെ രമ്മി കേറിയായിരുന്നു. കേട്ടത് കാത്തു, അള്ള കാത്ത്. ചാതിനൊക്കെ ആയിട്ടാണ് പടച്ചോനെ.